ഗത്യന്തരമില്ലാത്ത മൊയ്ലിയമാർ ചിലപ്പോ സമ്മതിക്കും. ഒരു പെണ്ണ് പള്ളി വന്നാല് ഹറാമാന്ന് നമ്മൾ പറയില്ല. നമ്മൾ ഹമീദ് ബൈസി പറയും. നിങ്ങൾ കേട്ടോളൂ, എന്താ അറിയോ ഇവർ പറയണേ, ഒരു പെണ്ണ് എല്ലാ ഷർത്തും പാലിച്ചുകൊണ്ട് പള്ളി വരികയാണെങ്കിൽ ഹറാമാന്ന് നമ്മൾ പറയില്ല, കറാഹത്താന്ന് പറയാം, ഹറാമാന്ന് പറയില്ല. അത്രയെങ്കിലും ഉണ്ടല്ലോ. ഒന്ന് കേട്ടോളി. എന്താ എന്റെ വ്യാഖ്യാനം അദ്ദേഹം വിശദീകരിക്കുന്നു. അദ്ദേഹം പറയുന്നു ഇങ്ങനൊരു ഹദീസ് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം ഉദ്ധരിക്കുന്ന വേറെയും കുറെ ഹദീസുകളുണ്ട്. അവിടെ സ്ത്രീകൾ പള്ളിയിൽ പോയി, ഇവിടെ വന്നു, ഇവിടെ ഇരുന്നു, ഇങ്ങനെ കുറെ ഹദീസുണ്ട്. ഇത്തരം ഹദീസുകൾ ലാഹിർ പ്രകടമാണ്. ഒരു സ്ത്രീകൾക്ക് നിരുപാധികം പള്ളിയിൽ വിലക്കേർപ്പെടുത്താൻ പാടില്ല. അതന്നെ അർത്ഥം. എന്താ സംശയം? ആ സ്ത്രീകളാണ് പള്ളികൾ പ്രവേശിക്കപ്പെടാൻ പാടില്ല, പള്ളി മലിനമാകും. എടാ, ഒരു പെണ്ണ് സ്ത്രീ പള്ളി പ്രവേശിച്ചിട്ടുണ്ട് തന്നെ, ഒരു ബക്കറ്റ് വെള്ളം കൊടുത്തോട്ടെ മുക്രിക്കാം, ഇവിടെ കഴുകണല്ലോ, അശ്ലീല അവിടെ നജസായല്ലോ, മലിനമായല്ലോ. അങ്ങനെ ഒരു വാദഗതി ഇസ്ലാമല്ല. അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനാനുമതി വിലക്കപ്പെടേണ്ടതല്ല. ലാക്കിൻ പക്ഷേ ബിശുറൂത്തിൻ നിബന്ധനകൾക്ക് വിധേയമായി. ആ നിബന്ധനകൾ സ്വഹാബത്തും താബിഈകളും സ്വയം ഉണ്ടാക്കിയതല്ല. ദക്കറഹൽ ഉലമ, അത് പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞതാ. അവർ സ്വന്തം വകയല്ല. മഅ്ഖൂദത്തുൻ മിനൽ അഹാദീസ്, ഒരു ഹദീസ് മാത്രം എടുത്താൽ പോരാ. ഓരോ ഹദീസിലും വിശദമായി പരിശോധിച്ച് സ്വഹാബത്തും താബിഈകളും ഹദീസിൽ നിന്നാണ് ആ ഉപാധികൾ മുഴുവൻ കണ്ടെത്തിയത്. ആ ഉപാധികളൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീ പള്ളി പോകൽ നിരുപാധികം ഹറാമെന്ന് പറയാൻ പറ്റില്ല, പോകുന്നത് മെച്ചല്ലാന്നേ പറയാൻ പറ്റൂ. ഈ ഷർത്തുകൾ പാലിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസ് സ്വഹാബത്തും താബിഈകളും കൈമാറുന്ന ആ ഷർത്തുകൾ ഇതാ വ്യക്തമായി പറയുന്നു. ഒന്നാമത്തെ ഷർത്ത് എന്താണ് പറയുന്നത്? അല്ലാ തകുന മുത്തത്തയ്യിബ. എല്ലാ ഷർത്തും ഒക്കെ ആണെങ്കിലും ഇന്നൊരു സ്ത്രീ പള്ളിയിൽ പോകുകയാണെങ്കിൽ ഹറാമാണ് നമ്മൾ പറയില്ല. എന്താ ദീൻ ഇസ്ലാം നമ്മളെ വക പറയേണ്ടതാ? അള്ളാന്റെ ദീന്റെ നിയമങ്ങൾ പ്രകടമല്ലേ? ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബുകളിലും വളരെ വ്യക്തമായി ആധികാരികമായി രേഖപ്പെട്ട് കിടക്കുന്നതല്ലേ? ആ രേഖയെ മറികടന്നുകൊണ്ട് സ്വന്തം വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ നമ്മളാരുമില്ല. അടിസ്ഥാനപരമായി 7 നിബന്ധനകൾ ഒത്തു വന്നാൽ സ്ത്രീ പള്ളി പോകൽ കറാഹത്താണ്, മോശാണെന്നേ പറയുള്ളൂ. കുറ്റം കിട്ടും, ഹറാമാണെന്ന് പറയില്ല. എന്താണ്? എല്ലാ ഷർത്തും പാലിച്ചുകൊണ്ട് പെണ്ണ് പള്ളി പോവാണെങ്കിൽ കുറ്റം കിട്ടും നിങ്ങൾ പറയില്ല. അൽഹംദുലില്ലാഹ്. ഇനി ഇവര് പറഞ്ഞുണ്ടാക്കണ ഏറ്റവും വലിയ ഒരു സംഗതി എന്താ? ഫിത്ന. പെണ്ണ് പള്ളി വന്ന ഫിത്ന. അത് ശരിയായ ബാക്കിയല്ല. ഞാൻ പറഞ്ഞുതരാം. മൗലിയമാര് വയലിന് പെണ്ണുങ്ങൾ പോണില്ലേ? ഫിത്നല്ല. സ്വലാത്ത് നഗർക്ക് പോണില്ലേ? ഏൽപ്പിക്കാർ ഉഷാറായി നടത്തുമ്പോ നിങ്ങള് മറ്റുള്ള തേങ്ങ കൊടുക്കുമ്പോൾ നിങ്ങൾ ചിരട്ടെങ്കിലും ഉടക്കുണ്ടല്ലോ, ചെറുതായിട്ട് നടത്തുന്നുണ്ടല്ലോ, വരുന്നില്ലേ? ഉണ്ട്. പിന്നെ ഖുർആൻ ക്ലാസ്സിൽ പോണില്ലേ? ഉണ്ട്. ഒന്നും ഫിത്നല്ല. എന്തിനേറെ ചിലയിടത്തൊക്കെ കാണല്ലോ റോഡ് സൈഡിൽ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം വരുന്നില്ലേ? പെണ്ണുകള് ഫിത്ന ഉണ്ടെങ്കിൽ അവിടെ പറ്റൂല. അപ്പൊ അവിടെ വരുന്നതിന്റെ അർത്ഥം എന്താ? നിങ്ങളെ സ്വലാത്ത് നഗർക്ക് വരുന്നതിന്റെ അർത്ഥം എന്താ? നിങ്ങളെ ഖുർആൻ ക്ലാസ്സിലും ബാലനും വരുന്നതിന്റെ അർത്ഥം എന്താ? ഫിത്നല്ല. ശരി, ആ കണ്ടീഷനിൽ ഈ പള്ളി പോയാലോ? അതവിടെ ചോദിച്ചു. ഫിത്ന ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി വർത്താനല്ല, ഹറാമ സംശയമില്ല. ഫിത്നയില്ലാതെ തെളിവാണ് നിങ്ങളെ വഴിയോരത്തെ നിസ്കരിക്കാനുള്ള സ്ഥലങ്ങൾ വരില്ലേ അല്ലേ? ആ കണ്ടീഷനോടുകൂടെ വന്നാൽ അതിന്റെ ഹുക്മെന്ത്? കുറ്റം കിട്ടൂലല്ലോ. ഒന്ന് മനസ്സിരുത്തിങ്ങള് ഇതൊക്കെ ഒന്ന് കേട്ടാണ്ടല്ലോ, കേട്ടാൽ തന്നെ സംഗതി മാറും.